ഹായ്, ജാസ്മിനും ജിജോയും ഭയങ്കര ശണ്ടയിലാണ്. ശണ്ട എന്ന് പറഞ്ഞാൽ അസാധ്യ ശണ്ടയിലാണ്. ചെറിയ പ്രശ്നത്തിൽ തുടങ്ങി വലുതായതാണ്. ആരും പുള്ളിക്കാരത്തിയുടെ വെൽവിഷർ ആകാൻ പോകാതിരിക്കുന്നതാണ് സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. റീസെൻ്റ്ലി തന്നെ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അതായത് ജാസ്മിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ ഒരുപാട് രീതിയിൽ പ്രശ്നം ഫേസ് ചെയ്ത ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വീട്ടുകാരിൽ നിന്ന് പ്രത്യേകിച്ചൊരു ഇതില്ല. ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിൽ എന്തോ ഒക്കെ ആണെന്ന് കാട്ടി കൊടുക്കാനായിട്ട് നടക്കുന്ന ഒരു വ്യഗ്രതയുള്ളൊരു പെൺകുട്ടി. ഇതാ പറഞ്ഞത്. ഇതിന് ചില്ലറയൊന്നുമല്ല ഞാൻ കേൾക്കേണ്ടി വന്നത്. എനിവേ, ഈ പെൺകുട്ടിയെ പറ്റി പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ജയിക്കണം, താൻ പറഞ്ഞതാണ് ശരി, തനിക്ക് ശരി എന്ന് തോന്നിയതാണ് ശരി എന്ന് വിചാരിച്ചുകൊണ്ട് അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോയി കൊഞ്ഞണം കാണിച്ച്, കോക്രി കാണിച്ച് എങ്ങനെയെങ്കിലും അതിലേക്ക് കൊണ്ടെത്തിക്കാം. അത്രയും പേര് നോക്കി നിൽക്കുന്നു എന്നതിനപ്പുറം ഇതൊരു റിയാലിറ്റി ഷോയാണ്, പുറത്തുള്ളവർ ഇതിനെ വിശകലനം ചെയ്യും, കാണും എന്ന ബോധം വേണ്ടായോ. പിന്നെ ഇത് ഒരുപാട് പേരെടുത്ത് വെച്ച് പറയുന്നത് പോലെ ഈ സ്പെസിഫിക് ടോപ്പിക് ഗബ്രി ഇഷ്യൂ, അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് അത് അവൾ പുറത്തു വന്ന് തീർക്കാനുള്ള പ്രശ്നമാണ്. ഒരുപാട് പേരുടെ പേര് തൻ്റെ പേരിനൊപ്പം ചേർത്ത് വയ്ക്കപ്പെടുകയും അവരൊക്കെ ചതിച്ചു എന്ന് ഭയങ്കരമായിട്ടുള്ള അലിഗേഷൻ പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിതീവ്രമായ സൈബർ ബുള്ളിയിങ്ങും അതിനേക്കാൾ ഉപരി വളരെയധികം വേദനയും കാത്തിരിക്കുകയാണ് പെണ്ണിന്. കപ്പ് കിട്ടിയാൽ പോലും ആ കിട്ടിയതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. സാധാരണക്കാരായ ഒരു പെൺകുട്ടിയാണെങ്കിൽ തകർന്നു പോകും. ഇവളത് ഓവർകം ചെയ്യാനാണ് ചാൻസ്. എനിവേ, ഇപ്പോൾ ജിൻഡോ പറഞ്ഞതിനോട്, ജിൻഡോയുമായിട്ട് നിരന്തരമായി വഴക്കുണ്ടാവുകയും ജിൻഡോയ്ക്ക് തിരിച്ചവളോട് അടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പല ഫാൻസ് പേജുകളിൽ ഞാൻ കണ്ടത് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായി സംസാരിക്കുകയും ജിൻഡോ പറഞ്ഞ് ജയിക്കുന്നില്ല, പകരം ജാസ്മിൻ വിക്ടറി ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു കാര്യമുണ്ട്, അവളെ ജയിക്കണമെങ്കിൽ അവളെക്കാൾ കൂറയാവണം. അവളെക്കാൾ കൂറയായാൽ മാത്രമേ അവളെ ജയിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അവിടെ ആർക്കും അവളെ ജയിക്കാൻ പറ്റാത്തത്. വാക്പോരിൽ അവൾ ജയിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം കൂറയാണ്. ആ കൂറയുടെ കൂടെ വഴക്കുണ്ടാക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൃത്യമായി പറയുന്നവരടുത്ത് അവൾ ശർക്കിക്കാൻ പോവാറില്ല. അൻസിബ ഒരു ഇതിനകത്ത്, പ്രത്യേകിച്ച് ലാല് വരുന്ന ആ ഒരു എപ്പിസോഡിനകത്ത് പുള്ളിക്കാരത്തിയുടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഉത്തരം കൃത്യമായി പറഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആ ആക്ടിങ്ങോ ചാട്ടത്തിനോ ഒന്നും അവിടെ ഒരു വഴി കൊടുക്കാതെ കറക്റ്റ് പോയിന്റിൽ അടിച്ചു അൻസിബ. ചോദ്യം ഇതായിരുന്നു, ഇവരുടെ ഈ ഒരു നടപടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ലാലേട്ടാ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പുറത്ത് ഒരു വിവാഹം നിശ്ചയിച്ചിട്ട് വന്ന പെണ്ണിന് എന്ത് കൺഫ്യൂഷനാണ് വരാനിരിക്കുന്നത്? അതിനകത്ത് എന്ത് ക്ലാരിറ്റി ഇല്ലായ്മയാണ്? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മാസ് പോയിന്റ് ആയിരുന്നു. അത് ഖണ്ഡിക്കാൻ പറ്റിയോ, എതിർക്കാൻ പറ്റിയോ? പകരം അവളെ വ്യക്തിഹത്യ ചെയ്യാനും ഉപദ്രവിക്കാനും നിരന്തരം ശ്രമിച്ചു കൊണ്ടിരുന്നു. ഒറ്റ പ്രശ്നമാണ്, അപ്പുറത്ത് മുടിയൻ നിൽക്കുന്നു. മുടിയൻ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം അൻസിബയെ അടിച്ചിടാൻ അവളെ കൊണ്ടൊക്കത്തില്ല. പറഞ്ഞാൽ മുടിയൻ അതിന് റിയാക്ട് ചെയ്യുന്ന വിധം വേറെ ആയിരിക്കും. ആ പേടി അവൾക്കുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഈ പറയുന്ന ബ്രേവറി ഒന്നും അതിൻ്റെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ ആപ്റ്റായിട്ട് കൃത്യമായി കാര്യം പറയാൻ സാധിക്കുന്ന ഒരാൾക്ക് അവളെ അടിച്ചിരുത്താൻ പറ്റും. പക്ഷേ അതവിടെ ആർക്കും അങ്ങനെ അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, അവളോളം കൂറയാവണം. അവളെ ഇകഴ്ത്താനോ അവളെ മോശപ്പെടുത്തുകയല്ല വേണ്ട. ദ വേ അവൾ എങ്ങനെ സംസാരിക്കുന്നോ അതേ സംസാരം തിരിച്ചു കൊടുക്കുക. ഷൊണ്ണ, ഷൊട്ട, പണയാൻ, മുണയാൻ, ഇത്തരം ലാംഗ്വേജസ് തിരിച്ചുപയോഗിച്ച് നോക്കിയാണ് നന്നായി ഹേർട്ട് ചെയ്യും. അവൾക്കറിയാം മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യണത് ഇതാണെന്ന്. അവൾക്കും അത് തന്നെയാണ് ഹേർട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് അതെടുത്ത് ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു വിഷയത്തിൽ മുടിയനെ കൂട്ടുപിടിക്കാൻ ഇടയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. ജിൻഡോയുമായിട്ടുള്ള വഴക്കിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, നിനക്ക് അൻസിബയെ മറക്കാൻ പറ്റുമോ? എന്താണ് ഇവൾ ഉദ്ദേശിക്കുന്നത്? അൻസിബയും ഋഷിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെയായിരുന്നോ ഗബ്രിയും ഇവള്? അൻസിബയെ മറക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷിക്ക് മറക്കാനാകത്തുള്ള ഒരു സിസ്റ്റർ അഫെക്ഷൻ ആണെന്ന് അവൾ ഓപ്പണായിട്ട് പറഞ്ഞു. വളരെ കൃത്യമായി പറഞ്ഞു. എപ്പോഴും ഗബ്രിയുടെയും അവളുടെയും റിലേഷൻഷിപ്പിനെ, അൻസിബയും ഋഷിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കമ്പാരിസൺ നടത്തുന്നത് സ്ഥിരമായി കാണുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ. പിന്നെ ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ അങ്ങറ്റം വരെ സ്നേഹിക്കുമെന്ന് പുള്ളിക്കാർക്ക് പറയുന്നത് കൃത്യമാണ്. അങ്ങറ്റം വരെ വിട്ടുകളയത്തില്ല. ഉന്നാക്കായ വിട്ടുകളഞ്ഞു. ഞാനൊരു അലിഗേഷൻ പറഞ്ഞു. അലിഗേഷൻ അല്ല, കൃത്യമായ പോയിന്റാണ്. പക്ഷെ അത് വിസ്തരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പൂർവ്വകാമുകനായ സിയാദിനെ വരെ കൊണ്ടുവന്നു. അപ്പോൾ പൂർവ്വകാമുകനായ സിയാദിനെ കളഞ്ഞു എന്ന് പറയുന്നത് തെറ്റല്ലേ? അയാളെ കളഞ്ഞിട്ടില്ല. അവൾക്കൊരു പ്രശ്നം വന്നാൽ അവളെ കൊണ്ടുവരാൻ അവളെ കൊണ്ടുപറ്റും. അവളൊരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ ബന്ധം വിടത്തില്ല. അത് തന്നെയാണ് അവളുടെ പ്രശ്നവും. ബന്ധം വിടത്തില്ല, ബന്ധം വിട്ട് അത് ശരിക്കും അങ്ങോട്ട് പ്രാക്ടിക്കലാക്കുകയുമില്ല. ഒരു ചാഞ്ചാട്ടം, മതിൽക്കെട്ടിൻ്റെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അങ്ങട് ഇങ്ങട് എവിടെ വേണമെങ്കിലും ചാഞ്ചാടാം. ആരും പ്രതീക്ഷയ്ക്ക് വക വെക്കേണ്ട ആവശ്യമില്ല. ഗബ്രിക്കും അതേ അവസ്ഥയായിരിക്കും.
എനിക്ക് പക്ഷേ ഗബ്രിയോടുള്ള ഇവളുടെ ഈ അഗാധമായ പ്രണയവും അഗാധമായ അടുപ്പും ഒക്കെ തോന്നുന്നത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരുപക്ഷെ അവൾക്ക് എവിടെയോ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ തോന്നേണ്ട കാര്യവുമുണ്ട്. ഇവളുടെ ഫാൻസ് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്ന ഗബ്രുവിൻ്റെയും ജസ്സുവിൻ്റെയും പ്രണയമാണ്. പ്രണയ നിലാഹ രണ്ടും കൂടെ പ്രണയിക്കുന്നുണ്ട്, നാട്ടുകാരെടുത്തിട്ട് ഹലക്കുന്നുണ്ടെന്ന കാര്യം ബോധമില്ല. പ്രണയം ആർക്കും എപ്പോഴും വരാം, പക്ഷെ 3-4 വട്ടം പ്രണയം വരുന്നത് ഒരു തരം സോക്കേടാണ്. അല്ലെങ്കിൽ ഒരു പ്രണയം നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രണയം വരുന്നതും പ്രശ്നമില്ലെന്ന് പറയാം. ആ പ്രണയം ഇരിക്കുമ്പോൾ തന്നെ അടുത്ത പ്രണയം, ആ പ്രണയം ഇരിക്കുമ്പോൾ അടുത്ത പ്രണയം, ഈ 3-ാമത്തെ പ്രണയം ഇരിക്കുമ്പോൾ തന്നെ 4-ാമത്തെ പ്രണയം. ഇതെവിടെയോ ഉറയ്ക്കുന്ന കേസല്ല. അത് ഒരു പെൺകുട്ടിക്ക് ശോഭ കൊടുക്കത്തില്ല. ആ ശോഭകേട് ആളുകൾ പറയുക തന്നെ ചെയ്യും. ആളുകളെ നെഞ്ചിൽ പൊങ്കാലയിടുന്നതിന് പകരം ആ പെണ്ണ് ചെയ്യുന്നതിൻ്റെ ചെയ്ത്താണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ പുറത്തുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, നീ അധികം സ്വപ്നങ്ങളൊന്നും കാണാൻ പോകണ്ട, ഇപ്പോൾ ഇത് നന്നായിട്ട് വരുന്നതാണ്, നീ അതുകൊണ്ട് നശിപ്പിക്കരുത്. അതൊരു വാസ്തവമായ കാര്യമില്ലേ? TRP ഒക്കെ നോക്കുമ്പോൾ ഒരുമാതിരിയൊക്കെ അവളുടെ ഒരു റേഞ്ചൊക്കെ ഒന്ന് പൊങ്ങി വരുന്നുണ്ടായിരുന്നു, തിരി വായൊക്കെ അടക്കി വെച്ചിരുന്നപ്പോൾ. വീണ്ടും ആ പ്രാന്തം കൊണ്ട് ഇറങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ആളുകൾ വോട്ട് ചെയ്യില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കേണ്ട ഒരു അവൾക്കാണ്. ഒന്നാമത്തെ കാര്യം 50 ലക്ഷം ഒരു ഗപ്പും, അത് അവൾക്കാണെന്ന് ഹാഫിസ് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇനി അത് കിട്ടാതെ വരാൻ ചാൻസ്, ഒരൊറ്റ ചാൻസ് ലാസ്റ്റ് നിമിഷം നടക്കുന്ന ആ വോട്ടിങ്ങാണ്. അതിനകത്ത് മൈനസ് പോയിന്റ് ആണെങ്കിൽ ഇരിക്കുന്ന മോഡിന് എല്ലാവരും കേസ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം ഞങ്ങൾക്കത് കാണാം, അതിൻ്റെ ഓഡിറ്റിംഗ് കണ്ടേ പറ്റുള്ളൂ നിർബന്ധം പിടിച്ചാൽ അത് നിർബന്ധമായി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ആഫീസ് തൂങ്ങും. അപ്പോൾ ആ തൂക്കം വരാതിരിക്കാൻ മിക്കവാറും തേക്കേണ്ട ഗതികേട് അങ്ങേർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ എഫർട്ടൊക്കെ എടുത്ത് നശിപ്പിച്ച ജീവിതവും പോയി കപ്പുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് വസ്തുത. ഇനി അങ്ങനെയല്ല, കപ്പ് അവൾക്കാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു ഷോയാണ്, എന്തും പറയാം, എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ഇതിനകത്തൊന്നും ഒരു തീരുമാനങ്ങൾ ഉറപ്പിച്ച് പറയാനാകത്തില്ല എന്നുള്ളതാണ് വസ്തുത. എനിവേ, ഈ ആറ്റിറ്റ്യൂഡാണ് ഇവളെ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ കുഞ്ഞുകുട്ടി ഇപ്പം നന്ദന എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ഒരു വീട് അല്ലെങ്കിൽ അവളുടെ ഒരു സാഹചര്യം ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹമ്പിളാവുക എന്നുള്ളതാണ്. ഹമ്പിളാകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ, കുറച്ചുകൂടെ മര്യാദയാകാം. പ്രത്യേകിച്ച് ഒരു പബ്ലിക് ഷോയിൽ ബിഹേവ് ചെയ്യേണ്ട ഒരു വിധമുണ്ട്. പുള്ളിക്കാരനെ വളരെയധികം വ്യക്തിഹത്യ ചെയ്യുക, മോശം പറയുക, അയാളുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക, വളരെ പക്കായിട്ട് പറയുന്നുണ്ട്. അവളുടെ കൂട്ടുകാരി പോലും പുറത്തു വന്ന് ഇത്രയധികം അക്സെപ്റ്റൻസ് ജിൻഡോയ്ക്ക് ഉണ്ടായിട്ട് പോലും വന്ന് ധൈര്യമായിട്ട് റസ്മിൻ പറയുന്ന പറ്റില്ലേ അയാൾ ഇതിൽ കൂടുതൽ പറയണമെന്ന്. എന്ത് ഇറിറ്റേഷൻ അവിടെ ഉണ്ടായാലും നമ്മൾ നമ്മുടെ വ്യക്തിത്വവുമായി നിൽക്കണമെന്നുള്ളത് അല്ലേ വസ്തുത. വേറെ ആർക്കും തോന്നാത്ത ചൊറിച്ചിൽ എന്താണ് ജാസ്മിന് വരുന്നത്? എന്തിന് ജാസ്മിൻ അത്രയും ചൊറിച്ചിൽ വരാൻ കാരണം? അപ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ള ആ ചേതോ വികാരമാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. പുറത്ത് നടക്കുന്ന വിശേഷങ്ങളൊന്നും പുള്ളിക്കാരത്തി അറിയുന്നില്ല എന്ന് പറയുന്നത് സർവ്വത്രോ അറിയുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ ബാക്കി ആർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് ജാസ്മിനുണ്ട്. അപ്പൻ ഫോൺ വിളിച്ച് വരെ കാര്യങ്ങൾ പറഞ്ഞു, നാട്ടുകാർ വന്ന് പറഞ്ഞു, വൈറ്റ് കാർഡ് വന്ന് പറഞ്ഞു, ലാൽ വ്യക്തമായി പറഞ്ഞു, ശക്തമായി പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഗബ്രിയെ എടുത്ത് മാറ്റി കൊടുത്തു. ഗബ്രിക്ക് ഗെയിം നഷ്ടപ്പെട്ടതുപോലും അതാണ്. അത് വ്യക്തമായി ജിൻഡോ തന്നെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും മനസ്സിലാവാതെ കളിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല പ്രാന്തിൻ്റെ തുടക്കമാണ്. ഇപ്പോഴേ ചികിത്സിച്ചാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. കാമപ്രാന്താണേ. ആ പ്രാന്തിന് നല്ലൊരു വഴി കല്യാണം തന്നെയാണ്. ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പും നല്ലതാണ്. ഏതായാലും ഇത്രയധികം ആൺകുട്ടികളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്ത നിനക്ക് അവസാനം വേലി ചാടിയ പശുവിന് കോലി കൊണ്ട് മരണമെന്ന് പറഞ്ഞ കണക്ക് ഗബ്രി കൊണ്ട് നിൻ്റെ ഈ കാമത്തിനൊരു അടക്കം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു. പക്ക കാമപ്രാന്താണ്, അല്ല വേറെ എന്താ പറയുക. ഇന്നലെ നോറ വരുന്ന സമയത്ത് തന്നെ ഓടി ശ്രീധുവിനെ കെട്ടിപ്പിടിക്കാമല്ലോ. അതെന്താ അർജുൻ്റെ അടുത്തോട്ട് ഓടി കെട്ടിപ്പിടിക്കുന്നത്? ആ രീതിയിൽ ടെൻഷൻ തോന്നുന്ന രീതിയിലാണ് അവളുടെ ഏത് റിലേഷൻഷിപ്പും. വേറെ ആരോടും നമുക്കങ്ങനെ തോന്നില്ലല്ലോ. ശ്രീധു വേറെ ആരുടെയും തലയിൽ കയറിയാൽ നമുക്കൊന്നും തോന്നാറില്ലല്ലോ. ഇതിനോട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതാണ് റിയാലിറ്റി. ഒരല്പം ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ തൂമ്പ കയറ്റുന്ന ടീമാണ് ജാസു. എനിവേ, ജാസുവിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ഒന്നും കൊണ്ടുതന്നെയാണ് ജാസുവിന് നാശം വരുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു തർക്കം അല്ലെങ്കിൽ ഈ ഒരു വഴക്ക് അനാവശ്യമായിരുന്നു. വെറുതെ അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നൊരു ഇഗ്നോറൻസ് കൊടുത്തിരുന്നെങ്കിൽ അത് പ്രയോജനപ്രദമായിരുന്നു. ഇരുന്ന് ആസ്വദിക്കുന്ന നോറയെ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ഇവരുടെ തർക്കത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ സായിയാണ്. മലന്ന് കിടക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റി? പെണ്ണിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ഇതേപോലെ നന്മ പറഞ്ഞു വന്നതാണ് നന്മയോളി നമ്മുടെ ഷായി. പുറത്ത് പ്രശ്നമാണ്, ആകെ നാണക്കേടാണ് എന്നൊക്കെ വന്ന് പറഞ്ഞപ്പം അവനെ നോമിനേറ്റ് ചെയ്ത മോളാണ്. അവളെ നന്നാക്കാൻ ആരും പോവാതിരിക്കുന്നതാണ് നല്ലത്. പുറത്തു വന്നാലും നന്നാക്കാൻ പോവണ്ട, വെറുതെയാണ്. അത് നന്നാവുന്ന കേസൊന്നുമല്ല. അത് അന്ത്യകൂതാശ കുരിശും വരച്ചിരിക്കുന്ന പെണ്ണ, ഒരു രക്ഷയില്ലാത്ത സാധനം, വല്ലാത്ത ജാതി.
വെറുപ്പ് 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 കൊണ്ട് പാടില്ലാണ്ടായിരിക്കുന്നു. ഒരു അല്പ അഹങ്കാരം കുറച്ചിരുന്നെങ്കിൽ എവിടെയോ എത്തിപ്പെടേണ്ട കുട്ടിയാണ്. വെറും അഹങ്കാരി എന്നല്ല. ഇന്നലെ വൈകുന്നേരം, അതായത് നോറയെ പുറത്തു വിട്ട ശേഷം ഇരുന്നു കൊണ്ട് തനിയെ സംസാരിക്കുന്ന ഒരു അവസരത്തിൽ എല്ലാവർക്കും ക്യൂട്ട്നെസ്, സ്വീറ്റ്, നല്ലത്, ഒരുപാട് കോംബോ, അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിലും എനിക്കുള്ള പേര് അഹങ്കാരിയാണ് അല്ലേ, എനിക്ക് വേറെ ഒരു പേരും ഉണ്ടാവത്തില്ലേ എന്ന് ഭയങ്കര ദയനീയമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും ആ ചോദ്യത്തിനുള്ളിലുള്ള അഹങ്കാരവും സ്പഷ്ടമാണ്. തനിക്ക് ശരിക്കും മനസ്സിലായിട്ടും തിരുത്തണമെന്ന് തോന്നാത്തതും ഒരു കുറവ് തന്നെയാണ്. ഈ ഒരു വഴക്ക് കൊണ്ട് അവൾക്ക് കിട്ടുന്ന ആകെ ബെനിഫിറ്റ് കുറച്ചുകൂടെ വെറുപ്പ് സമ്പാദിക്കാമെന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നുമില്ല. ജിൻഡോയുടെ വഴി തന്നെയാണ്. ജിൻഡോ ആരെയും മോശം പറയാനും മോശം പറയാതിരുന്നാലും അയാൾക്ക് വേണ്ട ആൾക്കാർ പുറത്തുണ്ട്, അയാളെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഒരു പരിധി വരെ ജിൻഡോയ്ക്കുള്ള നെഗറ്റീവ് മറയ്ക്കാൻ ജാസ്മിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ജാസ്മിൻ്റെ നെഗറ്റീവ് കൂടുതൽ പൊങ്ങി നിൽക്കുന്നുകൊണ്ടാണ് ജിൻഡോയുടെ നെഗറ്റീവ് കൂടുതൽ വിസിബിൾ ആകാത്തത്. സോ ജിൻഡോ സേവായി നിൽക്കാനുള്ള കാരണം തന്നെ ജാസ്മിനാണെന്ന് ഞാൻ പറയും. ആരായിരുന്നാലും കപ്പ് വിന്നർ ആരായിരുന്നാലും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വെറുപ്പ് സമ്പാദിക്കാൻ ജാസ്മിനും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വളരെ ചുരുങ്ങിയ ഒരു കാര്യം പറയാം. പൊന്നു പെമ്മക്കളെ, ഇത് കണ്ട് പഠിക്കരുത്. ഇതൊരു വല്ലാത്ത ജാതി ക്യാരക്ടറാണ്. ലക്ഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തം എന്നതിനപ്പുറം ഒന്നും പറയാനില്ല. ഒരു കുടുംബം, നാട്ടുകാർ, കൂട്ടുകാർ, സർവത്രമായ PR വർക്ക് സർവരും ചേർന്ന് ചെയ്യാവുന്ന മാക്സിമം ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടും ഞാൻ ഈ കുഴിയിലെ കിടക്കോളെന്ന് പറയുന്ന ഒരു വല്ലാത്ത ജാതി വ്യക്തിത്വം പുറത്തിറങ്ങി റിഗ്രറ്റ് ചെയ്യാൻ പോലും അവർക്ക് അവസരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ലാത്ത ജാതി വേണം. ഈ ഗബ്രിയെ എന്നാത്തിനാണ്? അവന് പറ്റില്ല, അവന് വേണ്ട, അവൻ യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോയേക്കുന്നു. വീണ്ടും ഗബ്രി എനിക്ക് ഓർമ്മ വരുന്നു. ഗബ്രി. അപ്പോൾ അതിന് മുമ്പുള്ള ആൾക്കാരൊന്നും ഓർമ്മ വരുന്നില്ലേ കുട്ടിക്ക്? മറ്റുള്ളവരെ ആരെയും വേണമെന്ന് തോന്നുന്നില്ലേ? ഇത് ഫേക്കാണെന്ന് ബാക്കിയുള്ളവർക്ക് പിടികിട്ടുമെന്ന് നമുക്ക് ബോധമില്ലേ? എന്ത് പോസ്റ്റ് മുക്കിയിട്ട് പോയാലും ഇതൊക്കെ പൊതുജനം കണ്ടിട്ടിരുന്നതല്ലേ? അവർക്കൊക്കെ ഇത് ഓർമ്മ വരത്തില്ലേ? സത്യം പറഞ്ഞാൽ ഭയങ്കര നിരാശയാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് പറയാൻ താല്പര്യമില്ലാണ്ട് പറയേണ്ടി വരുന്ന ഒരു ഗതികേടാണ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.